Greetings and welcome to A3 Generation. Please like, subscribe, and share my videos to your friends and relatives. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി കൊണ്ടുള്ള 2 ഡ്രിങ്ക്സ് ആണ്. റാഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, പുല്ലുപൊടി, അതിന് മറ്റൊരു പേര് എനിക്കറിയില്ല. സോ ഇതിൻ്റെ 2 ഡ്രിങ്ക്സ്, ഒന്ന് പാലിട്ടതും ഒന്ന് മോരിട്ടതുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സമ്മറിൽ വളരെ ശരീരം കൂളാക്കുന്ന ഒരു ഡ്രിങ്ക് കൂടെയാണ്. റാഗി എപ്പോഴും തണുപ്പാണ് ബോഡിക്ക്. അപ്പോൾ ഈ ചൂട് കാലത്ത് സമ്മർ സീസണിൽ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അത് സ്വീറ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പാലും പഞ്ചസാരയും ചേർക്കാം. അതല്ല ഒരു ഉച്ച സമയത്ത് ഒന്നുകൂടി ഇച്ചിരി തണുപ്പൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ മോരും ഇച്ചിരി സവാളയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു ഡ്രിങ്കാണ്. സോ ഇതിന് നിങ്ങൾക്ക് ഷെയ്ക്കെന്നോ കുറുക്കെന്നോ സൂത്തി എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. സോ ഇതാണ് റാഗിപ്പൊടി. ഞാനിത് റെഡിമെയ്ഡാണ് വാങ്ങിക്കുന്നത്. നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ഇതിൻ്റെ സീഡ് റാഗി വാങ്ങിച്ച് ചെയ്യാം. അത് വെള്ളത്തിൽ കഴുകി കുറച്ച് നേരം ഇട്ടിട്ട് അതൊരു മുള വരാനൊരു തുണിയിൽ പൊതിഞ്ഞ് വെക്കുക. പിറ്റേ ദിവസം ആകുമ്പോൾ അതിലൊരു ചെറിയ സ്പ്രൗട്ട് വന്നിട്ടുണ്ടാകും. ആ മുള വന്നു കഴിയുമ്പോൾ നിങ്ങളത് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വെക്കുക. അപ്പോൾ നല്ലൊരു പൊടി കിട്ടും. പക്ഷെ നന്നായിട്ട് പൊടിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കുരു നമ്മൾക്ക് ഡൈജസ്റ്റ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. Today I am going to prepare 2 drinks with this ragi powder. So one is with milk and sugar, and the other one is with buttermilk and onions and chilies. So I am taking a ready-made powder here. You can use the powder which you make at home. So for 1 spoon, 1 glass water. Now here I have taken 1 full spoon. Hope I will be able to see that. No. Second spoon full. Able to see. Okay. 3 spoons. Third spoon also I filled. Now I have to add 3 spoons of powder I have taken. So 3 cups of water I have to add. You have to mix it well. നല്ലപോലെ ഇളക്കുക. അതിലൊരു കട്ടയൊന്നും ഇല്ലാതെ. This is good for health, and this cools the body. Now it's like this. I have to add some more water. So for the third spoon I have added 1 more cup. 3 cups water I have added. If you want loose thing, then you can add more water. നിങ്ങൾക്ക് തിക്നെസ് വേണ്ട, ഒത്തിരി ലൂസായിട്ട് മതിയെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഉപയോഗിക്കാം. ഇതിപ്പോൾ നല്ലപോലെ കുറുകി വരും. നേരിയ തീയിൽ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം വേവിക്കുക. You have to cook it for maybe another 2 to 3 minutes. This is the consistency what I am taking. If you want more thicker, add less water. If you want loose consistency, then add more water. എനിക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തിക്കായിട്ട് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. സോ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇപ്പോൾ
ഇപ്പം ഞാനിതിലേക്ക് ഇച്ചിരി ഉപ്പിടുകയാണ്. whether it's sweet or buttermilk or milk, I'm adding little bit of salt. That makes more tastier. ഇച്ചിരി ഉപ്പിട്ടാലേ അതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ തിളക്കുന്നത്. ഇത് തണുക്കുമ്പോൾ ഇനി കുറച്ചുകൂടെ കുറുകും. So I'll switch off this. So now the ragi porridge is ready. Only water and salt what I added in this. ഉപ്പും വെള്ളവും മാത്രം ഇട്ടിട്ട് കഞ്ഞി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വിൽ മേക്ക് ദിസ് മിൽക്ക് ഡ്രിങ്ക് വിത്ത് മിൽക്ക്. So first I'll add sugar. Sugar how much you want you add. I have added 1.5 spoon. റാഗി നിങ്ങൾക്ക് ചൂടോടുകൂടെ പാൽ ആഡ് ചെയ്യാം. So half a cup ragi I have taken in this. I will add milk into it. So this drink is ready now. So the next drink is with buttermilk. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് കൊണ്ടുള്ള മോര് കൊണ്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാം. ഒരു ഹാഫ് കപ്പ് കഞ്ഞി എടുക്കുക. See, I have taken a loose consistency, but see now it becomes this thick. In that you add the buttermilk. And this onion and chili. സവാളയും പച്ചമുളകും ഇടുക. Little bit of salt. This is salt. These are the two drinks. രണ്ട് തരം റാഗി ഇവിടെ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ പാലും പഞ്ചസാരയും ഇട്ടത്, അടുത്തത് മോരും ഉള്ളി പച്ചമുളക് ഇട്ടത്. ഇത് സമ്മറിൽ വളരെ നല്ലതാണ് നിങ്ങളുടെ ശരീരം തണുക്കാനായിട്ടും. അതുകൂടാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു 11 മണി സമയത്തോ അതല്ല രാത്രിയിൽ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കാത്തവർ, ചിലർക്ക് രാത്രി ചോറുണ്ടാവില്ല, ഡൈജസ്റ്റ് ആവില്ല, അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. അവർക്ക് ഇതുപോലെയുള്ള ഡ്രിങ്ക് കഴിച്ചാൽ വളരെ ആരോഗ്യമാണ്, ക്ഷീണം ഉണ്ടാവില്ല, രാത്രിയിൽ വിശക്കത്തുമില്ല. സോ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിപ്പോൾ പാലിട്ടതാണ് കുടിക്കാൻ പോകുന്നത്. എനിക്ക് രാവിലെ ഇച്ചിരി മധുരം കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. സോ ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്ന ഇതാണ്. മറ്റേ ബട്ടർ മിൽക്ക് ഇട്ടത് ഞാനൊരു ഉച്ചയാകുമ്പോൾ കഴിക്കും. എല്ലാവരും ഇത് പരീക്ഷിക്കുക എന്നല്ല, കഴിച്ചു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക.